പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. ക്രിസ്തുവിൻ്റെ സമാധാനം എല്ലാവർക്കും ആശംസിക്കുന്നു. നമ്മൾ ക്രിസ്തു കുടുംബങ്ങളിൽ ജനിച്ചതുകൊണ്ടോ മാമോദിസ മുങ്ങിയതുകൊണ്ടോ മാത്രം നമ്മൾ ക്രിസ്തു അനുയായികൾ ആകുന്നില്ല. അല്ലെങ്കിൽ ആ ക്രിസ്തീയതയുടെ ആ ഒരു യഥാർത്ഥ ശക്തി അല്ലെങ്കിൽ ആ യഥാർത്ഥ ബെനിഫിറ്റ് നമ്മൾ അനുഭവിക്കുന്നില്ല. നമുക്ക് സൗഖ്യം ലഭിക്കുന്നില്ല. നമുക്ക് ക്രിസ്തുവിൻ്റെ സമാധാനം ലഭിക്കുന്നില്ല. ഇന്ന് നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോൾ, നമ്മുടെ ചുറ്റുപാടും കണ്ണോടിക്കുമ്പോൾ, മിക്കവാറും ഈ ലോകത്തിൽ എല്ലായിടത്തും അശാന്തിയും അക്രമവും അസന്മാർഗികതയും നിറഞ്ഞ് നിൽക്കുകയാണ്. ഇന്നലെ തന്നെ എറണാകുളം സീറോ മലബാർ സഭയുടെ ആസ്ഥാനത്ത് നടന്ന കോപ്രായങ്ങൾ, അച്ചമ്മ നമ്മളൊക്കെ ബഹുമാനിക്കുന്ന, നമ്മളൊക്കെ ദൈവതുല്യമായി കാണുന്ന ഇടവക ജനത്തെ ഇടയനായി നിന്ന് ക്രിസ്തുവിലേക്ക് നയിക്കേണ്ടവർ ഒക്കെ കാണിച്ചു കൂട്ടുന്ന ഒരുമാതിരി അക്രമങ്ങളും വില കുറഞ്ഞ നടപടികളും ഒക്കെ കാണുമ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചു? നമ്മൾ അതൊക്കെ പ്രൂഫാണ്. നമ്മുടെ ഈ ലോകത്തിൽ ഇപ്പോൾ ആത്മാവിലുള്ള ജീവിതം നയിക്കുന്ന ക്രിസ്തു അനുയായികളുടെ എണ്ണം വളരെ കുറവാണ്, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയ്ക്കുള്ളിൽ. പലരും എന്നോട് വിയോജിക്കാം. പക്ഷേ എറണാകുളം അതിരൂപതയിലെ ഒരു ഇടവകയിൽപ്പെട്ട എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് ഇവ. അപ്പോൾ അന്തഛിദ്രമുള്ള കുടുംബവും രാജ്യവും എല്ലാം നശിച്ചു പോകും എന്ന് കർത്താവ് തന്നെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ഇതെല്ലാം കർത്താവിൻ്റെ തന്നെ ഒരു പദ്ധതി ആയിരിക്കണം. ജീർണിച്ച് നിൽക്കുന്ന എല്ലാം, കർത്താവിൽ നിന്ന് അകന്നു പോകുന്ന എല്ലാം ഈ ഒരു മാർഗത്തിലൂടെ ആയിരിക്കാം കർത്താവിൻ്റെ റെസ്റ്റോറേഷൻ. അപ്പോൾ ഇന്ന് എന്നത്തേക്കാളും ഉപരി ആത്മാവിലുള്ള ഒരു ജീവിതം ക്രിസ്തു അനുയായികൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ആത്മാവിനാൽ നയിക്കപ്പെടേണ്ടവരാണ് ക്രിസ്തു അനുയായികൾ. ഇപ്പോൾ റോമ 8-ാം അധ്യായം 5-ാം വാക്യം മുതൽ, എന്തെന്നാൽ ജഡികരായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു. അപ്പോൾ നമുക്ക് വലിയ വീട്, വലിയ കാറ്, വലിയ പള്ളി, വലിയ പെരുന്നാൾ, ആർഭാടങ്ങൾ, പിന്നെ മുന്തിയ പാർട്ടികൾ, മുന്തിയ വസ്ത്രങ്ങൾ, അങ്ങനെ ജഡികത്തിന് ശരീരത്തിൻ്റെ ഈ കാര്യങ്ങളിൽ അവർ ശ്രദ്ധ പതിപ്പിക്കുന്നു. ആത്മീയരായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു. ആത്മാവിന് ഗുണകരമായ കാര്യങ്ങളിൽ ദൈവവചനം പഠിക്കുകയും ധ്യാനിക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയും പ്രലോഭനങ്ങളെ ശരീരത്തിൻ്റെ ആശകളാകുന്ന പ്രലോഭനങ്ങളെ ക്രിസ്തുവിൻ്റെ ആത്മാവിനോട് ചേർന്ന് ആത്മാവിനെ കൂട്ടുപിടിച്ച് ഈ പ്രലോഭനങ്ങളെ പടവെട്ടി ജയിക്കുന്ന യോദ്ധാക്കളായി അങ്ങനെ ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു. ജഡികാഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും മരണത്തിലേക്ക് നയിക്കുന്നു. ആത്മീയാഭിലാഷങ്ങൾ ജീവനിലേക്കും. ആത്മീയാഭിലാഷങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ
തെറ്റുകളൊന്നും ചെയ്യുന്നില്ല. ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ തെറ്റുകൾ ചെയ്യുന്നില്ല. മനുഷ്യരോടായാലും ശരി, നിയമത്തിനോടായാലും ശരി, അതിന് എഗെയിൻസ്റ്റായിട്ട് അവരൊന്നും ചെയ്യുന്നില്ല. കാരണം അവർ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ്. അപ്പോൾ ജഡികാഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയാഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും. ജഡിക താൽപ്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. അത് ദൈവത്തിൻ്റെ നിയമത്തിനും കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയുമില്ല. ജഡിക പ്രവണതകളനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവർ ക്രിസ്തുവിനുള്ളവനല്ല. ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല. അപ്പോൾ എല്ലാ ക്രിസ്തു അനുയായികളും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടേണ്ടവരാണ് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ജഡിക പ്രവണതകൾക്കനുസരിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ, നമ്മൾ ഈ പൊളിറ്റിക്സ് കളിച്ചും വിഭാഗീയ ചിന്തകളും ലൗകിക മോഹങ്ങളും ഒക്കെയായി അങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ വെറുതെ ലൗകിക മനുഷ്യരാണ്, ജഡിക മനുഷ്യരാണ്. ദൈവത്തിൻ്റെ ആത്മാവ് അപ്രകാരമുള്ളവരിൽ വസിക്കുന്നില്ല. ദൈവം അപ്രകാരമുള്ളവരിൽ പ്രീതിപ്പെടുന്നുമില്ല. വീണ്ടും 12-ാം വാക്യം, റോമ 8:12. ആകയാൽ സഹോദരരെ, ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാൻ നാം ജഡത്തിന് കടപ്പെട്ടവരല്ല. നമ്മൾ ജഡത്തിൻ്റേതല്ല, ജഡത്തിന് കടപ്പെട്ടവരല്ല. ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. എന്നാൽ ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിൽ നിഹനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. ഇതാണ് ക്രിസ്തീയതയുടെ എസെൻസ്. ഈ പ്രലോഭനങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. പ്രലോഭനങ്ങളില്ലാത്ത ഒരു ജീവിതം സാധ്യമല്ല. ആ പ്രലോഭനങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രലോഭനങ്ങളിലേക്ക് ചായുന്നുവോ അതോ ദൈവത്തെ കൂട്ടുപിടിച്ച് നമ്മൾ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നുവോ എന്നതിലാണ് കാര്യം. അപ്പോൾ ക്രിസ്തുവിൻ്റെ പടയാളികൾ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അനുയായികൾ പ്രലോഭനങ്ങളെ നേരിടുമ്പോൾ ആ പ്രലോഭനങ്ങളെ ക്രിസ്തുവിനെ കൂട്ടുപിടിച്ച് അതിജീവിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ സാത്താൻ നമ്മളെ മലർത്തി അടിക്കും. ദൈവാത്മാവ് നമ്മളിൽ വസിക്കുകയില്ല. ദൈവാത്മാവിന് നമ്മിൽ പ്രസാദിക്കാൻ, പ്രവർത്തിക്കാൻ സാധ്യമാവുകയില്ല. അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ നാമമാത്രമായ ക്രിസ്തു അനുയായികളായി ഈ ജീവിതം മരിച്ച് ജീവിച്ച് തീർക്കും. നിരാശയിലും കഠിനാധ്വാനത്തിലും പ്രത്യാശയില്ലായ്മയിലുമൊക്കെ ഇങ്ങനെ ഭയങ്കര പിരിമുറുക്കങ്ങളിലുമൊക്കെ പെട്ട് നിരാശയിലൂടെയൊക്കെ മരണഭയത്തിലൂടെയുമൊക്കെ ബന്ധിതനായി നമ്മൾ ഈ ജീവിതം നെഗറ്റീവായിട്ട് ജീവിച്ച് തീർക്കും. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല. ഒന്നിനും ഒരു ക്രിസ്ത്യാനിയായി അടിമപ്പെടുകയില്ല, അടിമപ്പെടാൻ പാടില്ല. ആഹാരത്തിനായാലും മദ്യത്തിനായാലും മദിരാക്ഷിക്കായാലും
മയക്കുമരുന്നിനായാലും ലക്ഷറിക്കായാലും ഇത് ഇതിനൊന്നിനും ക്രിസ്തുവനിയായി അടിമപ്പെടുകയില്ല. അടിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ സംഭവിക്കുന്ന കാര്യമല്ല. അവയില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന അവസ്ഥ ഒരു ക്രിസ്തുവനിയായിക്കും സംഭവിക്കുകയില്ല. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അവൻ ക്രിസ്തുവിനെ അല്ല അനുഗമിക്കുന്നത്, അവൻ ജഡിക മോഹങ്ങളുടെ പുറകെ സാത്താൻ അവനെ നയിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്ര സ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. ഈ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മൾ നിറയുമ്പോൾ, നമ്മൾ ദൈവത്തെ ആബാ പിതാവേ, അപ്പാ എന്ന് നമ്മൾ ദൈവത്തെ വിളിക്കുന്നു. നമ്മൾ ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരുമായി മാറുന്നു. നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. നാം ഒന്നിൻ്റെയും അടിമകളല്ല, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. നാം മക്കളെങ്കിൽ അവകാശികളുമാണ്. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോടുകൂടെ നാം പീഡ അനുഭവിക്കുന്നു. ജഡിക മോഹങ്ങളെ ത്യജിക്കുക വഴി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുകയും നമ്മളെ ദൈവ മക്കളുടെ സ്ഥാനത്തേക്ക് നമ്മൾ ഉയർത്തപ്പെടുകയും അപ്രകാരം ഈ ഭൂമിയിൽ തന്നെ നമ്മൾ ദൈവത്താൽ നയിക്കപ്പെടുകയും നമ്മുടെ മരണശേഷം നമ്മൾ ദൈവത്തോട് ഒത്ത് നിത്യതയിൽ വസിക്കുകയും ചെയ്യും. ഈ ഒരു പ്രത്യാശയിലേക്ക്, ഇങ്ങനെയുള്ളൊരു പോസിറ്റീവ് ലൈഫിലേക്കാണ് കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ ക്രിസ്തു അനുയായികൾ നാമം മാത്രമായ ക്രിസ്തീയതയിൽ വിശ്വസിച്ച് നരകിച്ച് ഒരു തേർഡ് റേറ്റ് സിറ്റിസൺസിൻ്റെ പോലെ ജീവിക്കേണ്ടവരല്ല. നമ്മൾ ദൈവത്തിൻ്റെ മക്കളുടെ സ്ഥാനത്ത് അതിവിശിഷ്ടരായി ആത്മാവിനാൽ നയിക്കപ്പെട്ട് ആത്മാവിൻ്റെ നിറവിൽ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വലിയ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ ലോകത്തിൽ സമാധാനം സ്ഥാപിച്ചുകൊണ്ട് ഈ ലോകത്തിൽ വെച്ച് തന്നെ സമാധാനവും ശാന്തിയും അനുഭവിച്ചുകൊണ്ട് സന്തോഷത്തിൽ വസിച്ചുകൊണ്ട് നമ്മൾ അടുത്ത പരലോക ജീവിതത്തിലേക്ക് സന്തോഷത്തോടെ മുന്നേറുന്നവരാണ് യഥാർത്ഥ ക്രിസ്തു അനുയായികൾ. അനുദിനം ജഡിക മോഹങ്ങളുമായി ദൈവത്തിൻ്റെ ആത്മാവിനാൽ ശക്തി പ്രാപിച്ച് അനുദിനം ജഡിക മോഹങ്ങളെ നിഹനിക്കുന്നതാണ് വിശുദ്ധിയിലേക്കുള്ള പാത. പ്രലോഭനങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. പക്ഷേ ആ പ്രലോഭനങ്ങളെ അനുദിനം ഓവർകം ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്വന്തം ശക്തിയിലും ബുദ്ധിയിലും മാത്രം നിന്നുകൊണ്ട് ഈ വക പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ ശ്രമിച്ചാൽ പരാജയമായിരിക്കും ഫലം. കാരണം the evil spirit is very very clever. അപ്പോൾ മാനുഷികമായ ശക്തിയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ഈ പൈശാചിക ബന്ധനങ്ങളെ അല്ലെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ശ്രമിച്ചാൽ പരാജയമായിരിക്കും. അതേസമയം ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ് ദൈവത്തിനാൽ നയിക്കപ്പെടുന്നവരാകുമ്പോൾ പ്രലോഭനങ്ങളുണ്ടാകും, പക്ഷേ
പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തിയും ദൈവം നമുക്ക് നൽകും. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം ഇപ്രകാരമാണ്. അവൻ നിരന്തരം ജഡിക മോഹങ്ങളോട് പടവെട്ടി അവൻ വിശുദ്ധിയിലേക്ക് അവൻ നയിക്കപ്പെടും. ഇത് ഡിഫിക്കൽട്ടായിട്ട് തോന്നാം, പക്ഷേ ആ ഒരു കംപ്ലീറ്റ്ലി പോസിറ്റീവ് ലൈഫ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്, കംപ്ലീറ്റ്ലി പോസിറ്റീവ് ലൈഫ്, നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവായിട്ടുള്ള ഒന്നുമില്ലാത്ത അവസ്ഥകൾ നമ്മൾ രുചിച്ചു കഴിയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വിലപിടിപ്പുള്ള നിധികളായി മാറുന്നു. നമ്മൾ എന്ത് വില കൊടുത്തും ആ ഒരു ദൈവപുത്രൻ അല്ലെങ്കിൽ ദൈവമക്കൾ എന്ന സ്ഥാനം കളയുകയില്ല. എന്ത് വില കൊടുത്തും നമ്മളതിനെ വിലമതിക്കും, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ആ ഒരു മഹത്വത്തിൽ നമ്മൾ സന്തോഷപൂർവം വസിക്കും. ഈ ഒരു തുറവിയിലേക്ക് ദൈവം നമ്മളെ വിളിക്കുന്നു. ആ ദൈവത്തിൻ്റെ വിളി അനുസരിച്ച് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്താം. അനുദിനം ആത്മശോധന ചെയ്ത് ദൈവത്തിന് നിരക്കാത്ത നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും വാക്കുകളെയും എല്ലാം നമ്മളിൽ നിന്ന് നമുക്ക് നിഹനിക്കാം. നമ്മുടെ പെരുമാറ്റങ്ങളെയും ദൈവത്തിൻ്റെ മക്കളുടെ ആ ഒരു സ്റ്റാറ്റസിൽ, ആ ഒരു അന്തസ്സിൽ നമുക്ക് ജീവിക്കാം, ജീവിച്ച് മുന്നേറാം. നമ്മളെ കണ്ട് മറ്റുള്ളവർ ക്രിസ്തുവിനെ മനസ്സിലാക്കട്ടെ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കാം. നമ്മുടെ ജീവിതത്തിലൂടെ തന്നെ നമുക്ക് വചനം പ്രഘോഷിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ. ഗോഡ് ബ്ലെസ്.